മെയിൻ ആളാട്ടാ. താടിയൊക്കെ ഉണ്ടാ. ഇത് ഞങ്ങളടുത്ത ക്രിസ്മസിന് ഞങ്ങളല്ലേ പപ്പാനിയാക്കാനുള്ളതാണ്. ഇതല്ലേ ഇതിൻ്റെ സൈഡിലൊക്കെ ഇതിങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാട്ടെ. ഇതിപ്പോൾ ബർത്ത് ഇത് അടിക്കും നമുക്ക് ഇന്നിപ്പോൾ അടിക്കാറുള്ളതായിട്ടുണ്ടല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ ഇപ്പോൾ നമ്മളെ ബാക്കിൽ കാണുന്ന വണ്ടിയുണ്ടോ, നമ്മുടെ അർബാനിയാണ്. അർബാനി ഇന്നിപ്പോൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. കാരണം ആ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടവേള ബാബുച്ചേട്ടൻ്റെ വണ്ടിയാട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്ന വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഞാനിന്നിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ വർക്ക്ഷോപ്പിലുള്ള നമ്മുടെ സ്റ്റാഫിനെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടോ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ മിസ്റ്റർ കണ്ണൻ മനക്കപ്പടി അല്ലേ, പറവൂര് കണ്ണൻ നമ്മുടെ പറവൂരാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഗ്രീസും കാര്യങ്ങളെല്ലാം ഇട്ടുണ്ട്. ആദ്യം ഇതേപോലെ ഒരു ലെയർ അങ്ങോട്ട് തേക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗ്യാപ്പുകൾ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഗ്രീസ് ഇട്ട് റെഡിയാക്കി സെറ്റപ്പാക്കി പ്ലൈവുഡ് അടിക്കാനുള്ള പരിപാടി. അർബാനിയാണ്. അർബാനി 17 സീറ്റ് വരുന്ന വണ്ടിയാട്ടോ. അതിൻ്റെ സൈഡ് പാഡുകൾ കാര്യങ്ങളെല്ലാം അപ്പോൾസറി കാര്യങ്ങളെല്ലാം തീർന്നു. അതെല്ലാം കയറ്റി ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നേരെ പ്ലൈവുഡും കാര്യങ്ങളെല്ലാം ഇട്ട് അതിൻ്റെ മേളിൽ വിനയിൽ കാര്യങ്ങളെല്ലാം വിരിക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും കണ്ണൻ ഇന്നത്തെ കൊണ്ട് തീർക്കും എന്നാണ് പറഞ്ഞേക്കണം. അറിയാൻ പാടില്ല, എന്താ നമുക്ക് ചോദിച്ചു നോക്കാണ്ട് പോയി. ഇതുണ്ട് അതിൻ്റെ സാധനങ്ങളാട്ടോ. അതിൻ്റെ എല്ലാ സാധനങ്ങളും അയച്ചിട്ടിരിക്കുക കേട്ടോ. ആ വണ്ടിയുടെ ഓരോ സാധനങ്ങളും ഇവിടെ അതിനോട് ചേർത്ത് തന്നെ അയച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്, എന്താണ് എപ്പോൾ നമുക്ക് ഒട്ടിക്കണല്ലേ? ഒട്ടിക്കോ താൻ ചിരി അങ്ങോട്ട് പോരല്ലോ. ഇന്ന് ഒട്ടിക്കൂലേ? അതിനുണ്ടോ എന്നിപ്പോൾ കണ്ണപ്പനെ ഇന്നൊന്ന് ഒട്ടിച്ച് തീർക്കാമെന്നാണ് പറഞ്ഞേട്ടോ. കാരണം വെച്ചാൽ ഇതെല്ലാം ഒരു 3-4 വണ്ടി കണ്ണപ്പനെ വെയിറ്റ് ചെയ്ത് കിടക്കണേണ്. കാരണം അപ്പോൾ ഇതെല്ലാം ഗ്രീസെല്ലാം ആയിട്ട് പ്ലൈവുഡ് എല്ലാം കയറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത വണ്ടിയുടെ സെയിം വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഫ്രണ്ടെല്ലാം ഫുള്ള് അയച്ചിട്ടോ. അർബാനി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇവിടെ അഴിച്ച് കാലിയാക്കി ഇട്ടിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ആളതുണ്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട പേര് പറഞ്ഞതല്ല ഇത് നമ്മുടെ മുസ്താഖിക്കായിട്ടാ. കാരണം വെച്ചാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ പെയിൻറ്റിങ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ തീർക്കണല്ലേ പരിപാടി. ആ വണ്ടിയിൽ നിന്ന് ഫിറ്റ് ചെയ്യാനുള്ളതല്ലേ അല്ലേ. അപ്പോൾ ഇതുണ്ടോ ഇതെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പുട്ടി വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എടാ ഗോകുലേ ആ കംപ്രസർ ഒന്ന് ഓഫ് ചെയ്യ്. ഭയങ്കര സ്പീഡ് കംപ്രസർ ഓഫ് ചെയ്യ്. ഇതല്ല സംഭവം എന്താ വെച്ചാൽ കംപ്രസറിൻ്റെ ശബ്ദം കൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല. അവർ വർക്ക്ഷോപ്പിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ ഗോകുലാണ്. നിങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടേക്കനാണ്. ഗോകുലൊക്കെ ചാടിയിരിക്കണ കേട്ടോ. കാരണം വെച്ചാൽ ഗോകുൽ എന്താ സംഭവം, അർബാനിയുടെ ബാക്കിലെ മറ്റേ ആമ്പിൻ്റെ കവർ അല്ലേ. ഇതാണ് നമ്മുടെ ബാക്കിൽ വരുന്ന ആംപ്ലിഫയറിൻ്റെ കവറാട്ടോ. അതെല്ലാം പെയിൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ 2-3 മിററുകൾ കാര്യങ്ങളെല്ലാം അടിക്കേണ്ട. അതെല്ലാം അവൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഓരോ സ്ഥലങ്ങളിലും ഓരോ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നു. മനോട്ട് അവിടെ പോയതാ വെള്ളം കുടിക്കാൻ പോയതാണ്. അതുപോലെ തന്നെ അത് മനോട്ടനാണെന്നുണ്ടെങ്കിൽ ഇതായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർട്ടൻ്റെ പൈപ്പും കാര്യങ്ങളെല്ലാം അർബാനിയുടെ കർട്ടൻ്റെ പൈപ്പുകളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അർബാനിയുടെ കോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയായി കിടക്കണം. ഓരോരുത്തർ ഓരോ വർക്കിലാണ്, തിരക്കിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് വർക്കുകൾ, ഒരു സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക്. ഇതുണ്ടോ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിനീഷും 2 ഭായിമാരും. ഭായിക്കാ നാം കേ താജുദ്ദീൻ. ഇത് നമ്മുടെ താജുദ്ദീനാണ്. നമ്മുടെ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കുറച്ച് നാളായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. അതേപോലെ തന്നെ അവർ ഇതുണ്ടോ പെയിൻറ്റിങ് വർക്കേഴ്സ് ആട്ടോ അവർ. ഭായിക്കനാ ജനാലുദ്ദീൻ. ഇത് നമ്മുടെ ജലാലുദ്ദീൻ ബായിയാണ്. അപ്പോൾ അവന് ഇതേപോലെ തന്നെ സ്പീഡായിട്ട് വർക്ക്. ഇത് നമ്മുടെ ഇവിടെയുള്ള ബായിയാണ്. ഇത് നമ്മുടെ വിനീഷ് ഭായി അങ്ങനെ വർക്ക് തിരക്കിയ വിനീഷ് ഭായ്. ഇത് നമ്മൾ അടിക്കൂലേ? ഇത് അടിക്കാനുള്ള പരിപാടിയല്ലേ. ഇതിപ്പോൾ നമ്മുടെ പഴയ മോഡലല്ലേ. അയ്യോ ഇതിന്ന് അടിക്കണം നമുക്ക്. നാളെ കൊടുക്കാനുള്ള വണ്ടിയുടെ ഉള്ള ഇന്ന് നമുക്ക് അടിക്കാൻ പറ്റില്ലേ ഇത് കുട്ടി വർക്ക് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഉണ്ട് അതെല്ലാം അടിക്കാനുള്ള പരിപാടി ആട്ടാ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ക്യാരിയർ, നമ്മൾ അർബാനിയുടെ ക്യാരിയർ അടിച്ച് പെയിൻറ്റിങ് വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ. ആണിത് ഫുള്ള് വർക്ക് കഴിഞ്ഞിരിക്കുന്നതാണ്. ക്യാരിയറിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുന്നതാണ്. നമുക്ക് വണ്ടിയിൽ കയറ്റാനുള്ളതാണ്. വണ്ടികൾ തിങ്കളാഴ്ചയോട് വേറൊരു വണ്ടി വരാനുണ്ട്. അപ്പോൾ അതിൽ കയറ്റാനാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത്യാവശ്യം വർക്കുകൾ കാര്യങ്ങളെല്ലാം ഏതാണ്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഈ വണ്ടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ക്യാരിയറും അതിൻ്റെ ക്യാരിയറാണ് ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച് അതിൻ്റെ ക്യാരിയറാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ആലമ്പായി എവിടെ പോണേ? ടാറ്റ കൊടുക്കണോ? സീറ്റിൻ്റെ വർക്കാണ്. അത് ശരി. ഇതിവിടെ മധുചേട്ടനാട്ടാ. മധുചേട്ടൻ പിന്നെ ഇവിടെ ഉഷാറായിട്ട് പറന്നിറക്കണല്ലേ മധുചേട്ടാ. എന്തിൻ്റെ വർക്ക് ഇപ്പോൾ? നമ്മുടെ ഇതിൻ്റെ വീൽ കപ്പിൻ്റെ ക്ലാമ്പാണ്. അത് ശരി. സഞ്ജിത് ഭായ് എന്താ ചെയ്യണേ? നീ ചെവിയിലല്ലോ വെച്ചിട്ടുണ്ടാ. അവൻ ഫുൾ ടൈം ഫോണിലാട്ടോ. ഒന്നില്ലെങ്കിൽ ഫുൾ ടൈം ഫോണിലായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം പുള്ളിക്കാരൻ ഇതേപോലെ തന്നെ എന്തെങ്കിലും സാധനമൊക്കെ ചെവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിപ്പുണ്ടാവും. അതേപോലെ തന്നെ വർക്ക്ഷോപ്പിൻ്റെ വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ വലിയ ഷെഡിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരത്തുണ്ടോ. മൊത്തം
എപ്പോഴും വരുമ്പോൾ എല്ലാവരും കംപ്ലയിൻറ്റ് വരുന്ന സംഭവമാണ് ഇതേപോലെ വെള്ളവും കാര്യങ്ങളെല്ലാം ചെളിയും കാര്യങ്ങളെല്ലാം കിടക്കുന്നൊരു പ്രശ്നം ഇതുണ്ടോ. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടിരിക്കുക കേട്ടോ. ഇതുണ്ടോ ഷെഡ് ഉണ്ടോ, ഇതാണ് നമ്മുടെ പുതിയ ഷെഡിൻ്റെ നമ്മളിങ്ങോട്ട് പുതിയതായിട്ട് എടുത്ത ഷെഡാണ്. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഫ്ലോറിൽ ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ ഇതെല്ലാം വിരിച്ചിട്ട് കട്ടയും കാര്യങ്ങളെല്ലാം വിരിക്കാനുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇനി ഓരോ വണ്ടികളൊക്കെ ഇനി അവിടെ ഇവിടെയൊക്കെ കിടക്കണം. കാരണം വെച്ചാൽ ഒന്ന് കറക്റ്റായിട്ട് ഇടാനായിട്ട് നമുക്കൊന്ന് മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പ്രശ്നമാണ്. അപ്പോൾ അതെല്ലാം ശരിയായി ഉഷാറായി. ഇനിയിപ്പോൾ അല്ലറ കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെഡിൻ്റെ പണിയെല്ലാം കഴിയും. അതേപോലെ തന്നെ ഇതുണ്ടോ, ഇത് നമ്മുടെ 19 സീറ്റിൻ്റെ ബെർത്താണ്. 19 സീറ്റിൻ്റെ ബെർത്ത് അടിക്കാനുള്ള അമ്പിളി എന്താ പരിപാടി? അമ്പിളി എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് നമ്മുടെ അമ്പിളിമാമൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പിളിയാണ് ഇവിടുത്തെ ഫുള്ള് വുഡ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അമേരിക്കക്കാരൻ വണ്ടിയും കൊണ്ടുപോയപ്പോൾ അയാളൊരു പ്രത്യേകം ഇയാളെ ചോദിച്ചു. ഇയാൾ ആ സമയത്ത് ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ആരാണ് ആ വുഡ് ഡിസൈൻ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. കാരണം അത്രയ്ക്ക് നല്ല പെർഫെക്ഷനോടുകൂടിയാണ് പുള്ളിക്കാരൻ ചെയ്യണത്. കാരണം അത്രയ്ക്ക് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പിളിയാണ് വുഡ് ഡിസൈൻ ചെയ്യണത്. അതേപോലെ തന്നെ ഈ പുള്ളിയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മെയിൻ ആളാട്ടാ. താടിയൊക്കെ ഉണ്ടാ. ഇത് ഞങ്ങളടുത്ത ക്രിസ്മസിന് ഞങ്ങളല്ലേ പപ്പാനിയാക്കാനുള്ളതാണ്. ഇതുള്ളത് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതിങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാട്ടെ. ഇതിപ്പോൾ ബെർത്ത് ഇത് അടിക്കും നമുക്ക് ഇന്നിപ്പോൾ അടിക്കാറായിട്ടുണ്ടല്ലേ. അപ്പോൾ രണ്ടും ഒരുമിച്ച് അടിക്കാം അല്ലേ? ഏത് ഒരെണ്ണം അടിച്ചു നോക്കും അല്ലേ? അപ്പം സെറ്റ് ചെയ്തടിക്കുക. ഇപ്പോൾ ഒരെണ്ണം നമ്മളെന്തായാലും അടിച്ച് നമ്മൾ മാറ്റി വെക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഏതാണ്ട് 19 സീറ്റിൻ്റെ ഫുൾ വർക്കിനുള്ള എല്ലാവിധ സാധനങ്ങളും ഏതാണ്ട് പെയിൻറ്റിങ് സെക്ഷനിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതുണ്ടോ, ഇതൊക്കെ സൈഡ് പാഡ്, അതേപോലെ ആ വണ്ടിയുടെ ബോക്സ് അതെല്ലാം അവർക്കറിയാം. കാരണം വെച്ചാൽ അവർ സ്ഥിരം ട്രാവലറിൻ്റെ പരിപാടി ചെയ്യുന്നതുകൊണ്ടിട്ട് അവർക്ക് കറക്റ്റായിട്ട് അറിയാം എന്തൊക്കെ പീസുകളാണ്. അതെന്നെ അവർ തന്നെ പോയി എടുത്തുകൊണ്ട് വന്ന് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ട് എല്ലാം പെയിൻറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേപോലെ ഈ വണ്ടിയുടെ അകത്താണ് നമ്മൾ വുഡ് ഡിസൈൻ ഉണ്ട്. ഈ കാണുന്നത് ഫുള്ള് പുള്ളിക്കാരൻ വരച്ച വുഡ് ഡിസൈനാണ്. നോക്കി എന്തുകൊണ്ട് എന്ത് നീറ്റായിട്ട് വരച്ചേക്കണേന്ന് നോക്കി. ഇതെല്ലാം ആ 19 സീറ്റിൻ്റെ പീസുകളാണ്. കാരണം ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കാൻ പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇനി മെല്ലെ നമുക്ക് ആ വണ്ടിയിലേക്ക് കയറ്റണം. അതേപോലെ തന്നെ ഇതുണ്ടോ, നമ്മൾ വേറൊരു ഭാരത് ബെൻസ് 14 വീല് കിടപ്പുണ്ട്, അതിൻ്റെ വർക്കുണ്ട്. അപ്പുറത്ത് വേറൊരു ട്രാവലർ കിടപ്പുണ്ട്, അതിൻ്റെ വർക്കുണ്ട്. അതേപോലെ തന്നെ അവിടെ ആ ഷെഡിലാണെങ്കിൽ നിറച്ച് വണ്ടികളാണ്. ഇവിടെയാണെന്നിൽ നിറച്ച അർബാനി ഏതാണ്ട് ഒരു 8-9 വണ്ടിയോളം ഇവിടെ നമുക്ക് റെഡി ഇപ്പോൾ കിടക്കുന്നുണ്ട്, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വർക്ക്ഷോപ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ വണ്ടികളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മൊത്തം ചെളിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ടയൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടി അപ്പോൾ നാളെ സ്റ്റാർട്ട് ചെയ്യാം. വിഷ്ണു എന്തായി ഇതിൻ്റെ എന്തായി? ഇവിടെ ഇതിൻ്റെ അല്ലേ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് നേരെ അടിക്കും, സൈഡ് അടിക്കും അല്ലേ? ഇതിൻ്റെ മറ്റേ എയർ കട്ടറോ കഴിഞ്ഞിടപ്പുണ്ടല്ലേ? കണ്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാട്ടോ ലൈലൻഡ് പാർട്ട്ണറാണ്. കാരണം ഇത് കൊടുക്കേണ്ട ഡേറ്റ് ഏതാണ്ട് ആയിട്ടുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ വണ്ടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഏതാണ്ട് വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പെട്ടി അടിക്കുകയാണെങ്കിൽ പെട്ടി ഏതായാലും ഫുള്ളായിട്ട് വൈറ്റ് അടിച്ചു. അതേപോലെ തന്നെ ക്യാബിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലുള്ള എയർ കട്ടറിൻ്റെ കുട്ടി വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ജോജോ താനും തൊട്ട് ചെയ്യണം. തന്നെ മൂക്കിലൊക്കെ ഒന്ന് തേച്ച് വെച്ചാൽ ഇയാളെ പെയിൻറ്റ് അടിച്ചോ മൂക്കിൽ? ആണോ? ഇതുണ്ടോ, ഇത് നമ്മുടെ ജോജോ ചേട്ടനാ കേട്ടോ. ജോജോ ചേട്ടൻ്റെ തലയിൽ മുടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടാ. അതേപോലെ തന്നെ മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് ഇനിയിപ്പോൾ ബ്രഷെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലേക്കുള്ള വർക്കിന് വേണ്ടിയിട്ട് അവർ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് അർബാനി നമ്മുടെ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട്. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇത് 12 സീറ്റാണ്, അതൊരു 12 സീറ്റാണ്. ഉള്ളിലാണ് 17 സീറ്റ് കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 3 17 സീറ്റ് കിടപ്പുണ്ട്. 2 വണ്ടി വാഷിങ്ങിന് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡെലിവറി ചെയ്യാൻ കിടക്കുന്ന വണ്ടിയാണ്. ഞാനിപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് പോണത്. ഉണ്ടോ ആകലെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതുണ്ടോ, ഇത് നമ്മുടെ പുതിയ മോഡൽ സ്പോയിലർ ടൈപ്പ് ക്യാരിയറായിട്ട്. ഇതുണ്ടോ പുതിയ മോഡൽ ക്യാരിയറാണെന്നുണ്ട്. അതിൻ്റെ മേളിലാണെന്നുണ്ടെങ്കിൽ ഒരു റൂഫ് റെയിൽ സെറ്റപ്പൊക്കെ വെച്ചിട്ടുള്ള പുതിയ മോഡൽ ക്യാരിയറാണ്. അപ്പോൾ ഈ ക്യാരിയറിൻ്റെ കഴിഞ്ഞ ദിവസം പെയിൻ്റ് അടിക്കാത്ത ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു. ഈ ക്യാരിയർ റേറ്റും കാര്യങ്ങളും ചോദിച്ചാൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ മേളിൽ കണ്ടോ, ഇതാണ് നമ്മുടെ ക്യാരിയറിൻ്റെ ലുക്കട്ടോ. നോക്കി ഒരു റൂഫ് റെയിലും കൂടി നമ്മൾ അതിൻ്റെ മേളിൽ വെച്ച് കൊടുത്തു. അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സെറ്റപ്പ് രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷമീറുണ്ട്. ഷമീറിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചു. ഷമീറേ എന്തായി? ഇതാണ് നമ്മുടെ ഷമീർ മോൻ. ഇതുണ്ടാ കേട്ടാ. ഷമീർ മോൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഷമീർ മോൻ ഭയങ്കര തിരക്കുള്ള ആളാണ്. കാരണം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ 90% ആൾക്കാർക്ക് ഷമീർ അറിയാൻ പാടാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ ഷമീർ എന്താണ് ഇനിയിപ്പോൾ നമുക്ക് എന്താ ഉള്ളത്? ടിവിയുടെ ലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളൂ അല്ലേ? അത് ശരി. ഉള്ളിലുള്ള സ്പീക്കറെല്ലാം കണക്ഷൻ എല്ലാം കൊടുത്തു, എല്ലാം കഴിഞ്ഞു. മനോട്ടൻ എന്താ ഫിറ്റ് ചെയ്യണത്? ഏതാ
ആ സൺഷെയ്ഡ് അല്ലേ? ആ അപ്പോൾ സൺഷെയ്ഡും കാര്യങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലുള്ള വുഡ് ഡിസൈൻ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. അതേപോലെ തന്നെ സെറ്റുമായി ബന്ധപ്പെട്ട ഇവിടെ ഒരു 2 ചാനൽ ആകുമ്പോൾ ബാക്കി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു 4 ചാനൽ ആകുമ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ അതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ വുഡ് ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ കാര്യങ്ങളും തീർത്ത് റെഡിയാക്കി ഇന്നിപ്പോൾ രാത്രി 7 മണിക്കാണ് ഈ വണ്ടി ഡെലിവറി പറഞ്ഞിരിക്കുന്നത്. 7 മണിയാകുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ ആൾക്കാർ ഇവിടെ എത്തും. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കൊടുക്കണം. ഏതാണ്ട് ഒരു 95% വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ 5% വർക്കേ നമുക്കുള്ളൂ. അതേപോലെ ഇത് നമ്മുടെ ഷിജു ആണ്. നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടാം. ഷിജു ഒരു ഹായ് പറ. വേണ്ട, ഇത് ഷിജു ആട്ടാ. ഷിജു ഇപ്പോൾ എന്താ ചെയ്യണേ? ഇപ്പോൾ നമ്മൾ ഗ്രില്ലിൻ്റെ ക്ലാമ്പ് അല്ലേ? ഇതുണ്ടോ ഷിജു നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ലിൻ്റെ ക്ലാമ്പ്. ഷിജു തന്നെയാണ് എപ്പോഴും ചെയ്യണം. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ മാറ്റാൻ വേണ്ടി ഷിജു വെയിറ്റ് ചെയ്യുന്നത് ഓൺ ചെയ്യാനല്ലേ? കണ്ടോ? അപ്പോൾ അതാണ്. അതേപോലെ തന്നെ ഉണ്ണിച്ചേട്ടനെന്നുണ്ടേ എൻ്റെ പൊന്നു അമ്മ പോയി എന്തത് പരിയൊക്കെ മാറിയാ ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? എൻ്റെ പൊന്നു ഓൺ ചെയ്യല്ലേ? ഒരു വീഡിയോ എടുക്കണം. ഇയാളെ കൂടെ എടുത്ത് പാടാല്ലത്. ഇതെന്താ മൊബൈൽ ഇടാൻ വേണ്ടിയിട്ടാ? ആരാ നമ്മുടെ സെലീൽ അടിച്ചെന്നാണോ? എടാ സെലീലിന് ഇവിടെ ഒരു പണിയില്ല അല്ലേ? പാവം സെലീൽ എന്തിട്ട് മുതലാവും എനിക്കറിയാൻ പാടില്ല. ആൾക്കാർക്ക് സഞ്ചി മുതൽ കളസം മുതൽ. ഇതവിടെ അനുഭവട്ടാ. ഇവൻ്റെ വീട് പാലക്കാടാണ്. ഇവൻ്റെ അസ്മാദിയാണ് ആയിരിക്കണത്. മെയിൻ അസ്മാദി. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു ഹായ് പറയടോ. ഒരു ഹായ് പറയടോ. അങ്ങ് കൈപൊക്കി പറയടോ. ഇതുണ്ടാ. ഇതാണ് നമ്മുടെ കലാധരഞ്ജന കേട്ടോ. കലാധരഞ്ജന കുറേ നാളായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ട്. പുള്ളിയുടെ അസ്മാദി അതാണ്, അതിൻ്റെ അസ്മാദി ഇത്. രണ്ടുപേരും ഒരുമിച്ചാണ്. ഇവർ ശരിക്കും ഒരു സ്റ്റിക്കറാണ്, പശയാണ്. രണ്ടുപേരും ഒട്ടിയേ നടക്കുള്ളൂ. അല്ല അതേപോലെ തന്നെ അതിൻ്റെ വർക്കുകൾ. ഇതെന്തിനു കവറാ? ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ ആംപ്ലിഫയറിൻ്റെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട. ലെഗ് റെസ്റ്റൊക്കെ കഴിഞ്ഞില്ല നമ്മുടെ എല്ലാത്തിനും. അപ്പോൾ ലെഗ് റെസ്റ്റിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർന്നു. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നിറങ്ങാൻ പോണ വണ്ടിയുടെ ക്ലാമ്പിൻ്റെ അതിൽ പെയിൻറ്റും കാര്യങ്ങളെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഒരു ട്രാവലറിൻ്റെ വർക്കുണ്ട്, VMAയുടെ വണ്ടി. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള പരിപാടിക്ക് ഫൈനൽ വാഷിങ്ങും കാര്യങ്ങളെല്ലാം പോളിഷ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഫുൾ പെയിൻറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ പെയിൻറ്റിങ് ഫുള്ള് കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ അതിന് ഓണർമാരെ കണ്ടിട്ടില്ല. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ടോ? ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റിങ്ങിന് മുൻപ് നമുക്ക് ആ ലൈറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ലൈറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് ഫൈബർ ചെയ്ത് സെറ്റ് ചെയ്തൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉള്ളിൽ സീറ്റും കാര്യങ്ങളെല്ലാം കയറ്റി അത്യാവശ്യം കുറച്ച് ലൈറ്റിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളെല്ലാം കൊടുത്ത് വണ്ടി ഒന്ന് കഴുകി പോളിഷ് ചെയ്ത് ഇറക്കാനായിട്ടുള്ളൂ. അത്യാവശ്യം വർക്കുകൾ കാര്യങ്ങളെല്ലാം ഈ ട്രാവലറിൻ്റെ തീർന്നിരിക്കുകയാണ്. ഉള്ളിൽ മൊത്തം പൊളിച്ച് ഇത് ചെയ്ത് പണിതാണ്. കാരണം ഒരുപാട് ലീക്കും അതിന് ഒരുപാട് തുരുമ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അർബാനി. ഇതെന്ന് പറഞ്ഞാൽ വയനാടുകാരുടെ വണ്ടി കേട്ടോ. ഇത് വയനാടുള്ള ടീമിൻ്റെ വണ്ടിയാണ്. അവരെ TV ക്യാബിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ വണ്ടി നമുക്ക് നാളെ ഡെലിവറി കൊടുക്കാനുള്ളതാണ്. ഇതിൻ്റെ അത്യാവശ്യം എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്ത് റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടിരിക്കുന്നത്. ഫ്രണ്ടൊക്കെ ഉണ്ടോ? ഫ്രണ്ടിലൊക്കെ ഇനിയിപ്പോൾ ഗ്രില്ലൊക്കെ മാറാനുണ്ട്. ഗ്രില്ലെല്ലാം പെയിൻറ്റ് ചെയ്യുന്ന ക്യാരിയറെല്ലാം കയറ്റി എല്ലാം സെറ്റപ്പ് ആക്കി. നമ്മുടെ 19 സീറ്റാണ്. 19 സീറ്റിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ നമുക്ക് ടോപ്പിലുള്ള എല്ലാവിധ വർക്കുകളും കഴിഞ്ഞു. ഇനിയിപ്പോൾ അത്യാവശ്യം നമുക്ക് ലൈനുകൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ വയറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വണ്ടിയുടെ ടോപ്പ് കയറ്റാനായിട്ട് പറ്റും. ഇതുണ്ടോ? അതേപോലെ തന്നെ ഇത് നമ്മുടെ മൂവാറ്റുപുഴക്കാരുടെ വണ്ടിയാണ്. ഇതും സെയിം രീതിയിൽ സീറ്റുകളെല്ലാം മാറ്റി ലക്ഷറി രീതിയിൽ വണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലൈവുഡുകളെല്ലാം വിരിച്ച് എല്ലാം സ്ക്രൂ ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് വിനയിൽ ഒട്ടിക്കണം. അതിന് മുമ്പായിട്ട് TV ക്യാബിൻ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇറക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത്. കുറേ വണ്ടികളുണ്ട്. എല്ലാ വണ്ടികളും നമുക്ക് ചിലപ്പോൾ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒന്നാമത് ഈ പറയുന്ന പോലെ ഈ കംപ്രസറിൻ്റെ ശബ്ദവും അവരെ ഗ്രൈൻഡറിങ്ങിൻ്റെ ശബ്ദം എല്ലാം കൂടി കേൾക്കുമ്പോഴത്തേക്ക് ആകെ ഇത് നമ്മുടെ ഫാസിലിക്ക നമ്മുടെ വീഡിയോയിലേക്ക് ഒരു ഹായ് പറഞ്ഞേക്ക് ഫാസിലിക്ക. ഇത് നമ്മുടെ ഫാസിലിക്ക ഏട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാസിലിക്ക പൊന്നാനിയല്ലേ? പൊന്നാനിയാണ് സ്ഥലം. അപ്പോൾ ഫാസിലിക്കോട് വണ്ടി വരുന്നുണ്ട് അർബാനിയ. അപ്പോൾ അതിൻ്റെ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ വന്ന് വണ്ടിയുടെ അഡ്വാൻസ് കാര്യങ്ങളും തന്നിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും വണ്ടി വരും അല്ലേ ഫാസിലിക്ക? അല്ലേ? ഇവിടെ സെല്ലിൽ ഇവിടെ വന്നിട്ട് താഴെ പോണേ? എവിടെ പോണ്? എന്ത് പരിപാടി? അറിയാതെ പോണുള്ളതാൻ. ഇതായിട്ട് നമ്മുടെ സെലീലിക്ക് നമ്മുടെ അപ്പോൾസറിക്കാരനാണ്, അപ്പോൾസറി വർക്കറാണ്. അതല്ല വേറെ കാര്യമുണ്ട്. നമുക്ക് അതിൻ്റെ 12 സീറ്റിൻ്റെ ഫുൾ അപ്പോൾസറി വർക്കുണ്ട്. അപ്പോൾ വേറെ കാര്യമുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം തന്നെ വരുമോ? നമുക്ക് തുടങ്ങണ്ടേ? തിങ്കളാഴ്ച രാവിലെ എത്തുമോ? ഈ പുള്ളിയാണ്ട് ഇവർക്ക് എല്ലാവർക്കും സഞ്ചി അയച്ചു കൊടുക്കണത് മൊബൈൽ ഇടാനൊക്കെ വേണ്ടിയിട്ട്. പല്ലാണ് അതിൻ്റെ പ്രശ്നം. ആണോ? അത് കാണിക്കേണ്ട, ആരെയും കാണിക്കേണ്ടത്. ആ തിങ്കളാഴ്ച രാവിലെ വരുമല്ലേ? പുള്ളിക്കാരൻ പോയേട്ടാ. മറ്റേ ആ സീറ്റിൻ്റെ എന്ത് ചെയ്യും? നമ്മുടെ മറ്റേ സീറ്റിൻ്റെ വർക്ക് കവറിട്ട് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കി കയറ്റിച്ചില്ല. വേറെ വിഷയം വരില്ല, അവിടെ മാറ്റി വെച്ചില്ലേ? കുഴപ്പമില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും പോവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഫാസിലിക്കാർക്കും പോകണം. പുള്ളിയും വെയിറ്റ് ചെയ്തിരിക്കണം. ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അതിന് ഈ വണ്ടി നമുക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്കും
നമുക്ക് ഇറക്കണം. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സൗണ്ടിൻ്റെ വർക്കുകൾ തീരാറ് ഏതാണ്ട് ഒരു 2-3 വയറും കൂടിയാണ് കൊടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം തീരും. ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൽ വീൽ കപ്പ് നേരത്തെ ഓർഡർ വന്നു കേട്ടോ. കാരണം വീൽ കപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി സിംഗിൾ വീലാണ്, സിംഗിൾ വീലിനുള്ള വീൽ കപ്പാണെന്നുണ്ട്. അതെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. 4 വീലിനും ഇതേപോലെ റെഡ് കളർ, കാരണം വെച്ചാൽ വണ്ടി ഫുള്ള് റെഡാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതല്ല ഫുള്ള് റെഡ് രീതിയിലാണ് നമ്മളിപ്പോൾ വീൽ കപ്പ് ഫിറ്റ് ചെയ്യാൻ കേട്ടോ. അതേപോലെ തന്നെ ഇവരുടെ കമ്പനിയുടെ പേര് കാടമുട്ട കൊണ്ടുപോകുന്ന വണ്ടിയാണ്, അവരുടെ സ്വന്തം കമ്പനിയാണ്, ഫാക്ടറിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4 വീലിന് അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ അവർക്ക് പോകാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ഡിനോവേട്ടാ ഒന്ന് ഓഫ് ചെയ്ത് ഡിനോവേട്ടാ, ശബ്ദം കേൾക്കാൻ പറ്റില്ല, ഒന്ന് ഓഫ് ചെയ്യും. അറിഞ്ഞുകൊണ്ട് ഓൺ ചെയ്യണ പോലെ ആയിപ്പോയില്ല. അതല്ല, ഇത് ഡിനോവേട്ട നമ്മുടെ അർബാനിയുടെ, അതേപോലെ തന്നെ അർബാനിയുടെ ഇതാണ് നമ്മുടെ കൺസോൾ ബോക്സ് ആണ്. നമ്മൾ ഫുള്ള് പ്ലൈവുഡിലാണ് ചെയ്യണത്. അതേപോലെ തന്നെ ഇതിൻ്റെ മേളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്നതല്ല, നമ്മുടെ 17 സീറ്റിൻ്റെ ടോപ്പാണ്. അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ വുഡ് ഡിസൈൻ കാര്യങ്ങളെല്ലാം ഡിനോവേട്ടനെല്ലാം അടിച്ചെല്ലാം ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. ഡിനോവേട്ടാ എന്തായാലും എവിടെയായിരുന്നു അപ്പോൾ ഇതൊരു മനസ്സമ്മത പരിപാടിയാണ്. അത് തുടങ്ങിയപ്പോൾ കഴിഞ്ഞു, അത് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. എന്നിട്ട് നേരം ഇങ്ങോട്ട് പോകുന്നല്ലേ. അതാണ് നമ്മുടെ ജോലിയോടുള്ള ആത്മാർത്ഥയാണ്. അതുകൊണ്ടാ ഡിനോവേട്ടനെ പണിയേപ്പിച്ച് കഴിഞ്ഞാണ്ടല്ല പിന്നെ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും നോക്കണ്ട. പുള്ളിയുടെ സമയം നോക്കി ഒന്ന് ചെയ്താണ്ട് പോയിക്കോളും. നമ്മൾ പുറകെ നടക്കേണ്ട കാര്യമില്ല. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കണ്ടോ, അതേപോലെ ഞാൻ പറഞ്ഞു ഡിനോവേട്ടത് അർജൻറ്റാണെന്ന് പറഞ്ഞ് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു. പുള്ളിയെ ആ മനസ്സമ്മതത്തിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതേ നമ്മുടെ അമ്പിളിയമ്മോനാണ് ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കിട്ടിയിട്ട് വേണം കൊത്തിക്കൊണ്ട് പോകാനായിട്ട് അല്ലേ. ഇത് ചെയ്തിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ അല്ലേ. കണ്ടാ, അത് ഇത് ചെയ്തിട്ട് വേണം പുള്ളിക്ക് ഡിസൈൻ അടിക്കാനായിട്ട്. അപ്പോൾ പുള്ളി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ. ഒരുപാട് ആളുകൾ അല്ലേ ഡിനോവേട്ട, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് വർക്ക്ഷോപ്പിലെ വിശേഷങ്ങളൊന്നും നമ്മൾ ചാനലിൽ കാണിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഒരു മെസ്സേജ് അയച്ച്. അപ്പോൾ അവിടെ ഇന്നിപ്പോൾ എല്ലാ നമ്മുടെ വർക്ക്ഷോപ്പിലെ വർക്കുകൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.